ഈസിയായി കിട്ടി. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചീസാണ് ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമ്മൾക്ക് കഴിക്കാൻ. ബ്രെഡിൽ കൂട്ടി, അതായത് പിസി കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുക. അതായത് അത് വേറെ എന്ത് പലഹാരം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. 5 ലിറ്റർ പാല് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് വന്നിട്ട് 1/2 ലിറ്റർ 1 ലിറ്ററിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പാല്, ചെറുനാരങ്ങ, ബേക്കിംഗ് സോഡ, സിട്രിക് ആസിഡ്, നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ പാലൊന്ന് കാച്ചിയെടുക്കണം. ഇത്തിരി അടി കട്ടിയുള്ള പാത്രം വെക്കണം. പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്ന് നന്നായി തിളക്കട്ടെ, അതുവരെയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. പാലൊന്ന് തിളക്കട്ടെ, നമുക്ക് അപ്പോഴേക്ക് നാരങ്ങയൊന്ന് പിഴിഞ്ഞ് വെക്കാം. അതിലൊരു 4 നാരങ്ങയാണ് ഞാൻ എടുക്കണം. ഇതങ്ങനെ 4 എണ്ണം എടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. അഞ്ച് ലിറ്റർ പാലിന് 4 നാരങ്ങ പാടുള്ളൂ. പാല് നല്ല തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4 എണ്ണം പിഴിഞ്ഞതാണ്, കുരുവൊന്നുമില്ല, നോക്കിക്കോളൂ. നമ്മൾക്കിനി ഗ്യാസ് ഓഫാക്കാം. നന്നായി പിരിഞ്ഞ് വരുന്നുണ്ട്, നോക്കിക്കോളൂ. ഈ ചൂടോടുകൂടെ നമുക്കൊരു അരമണിക്കൂർ മൂടി വെക്കാം. ഒരു അരമണിക്കൂർ കഴിയട്ടെ. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കോരിയിടാം. ഇതെങ്ങനെ ആയിരിക്കണം നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ കിട്ടണം നമ്മൾക്ക്. ഇതാ നമുക്കിതിലേക്ക് കോരിയിടാം. ഇപ്പോൾ 5 ലിറ്റർ പാലിലാണ് എനിക്ക് ഇത്ര കിട്ടിയിരിക്കണേ. നിങ്ങൾക്കിപ്പോൾ 1 ലിറ്ററിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിതാ ഇത്രയേ കിട്ടുള്ളൂ. എത്രയാണ് നമുക്ക് കിട്ടുള്ളൂ, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-2.5 ലിറ്റർ പാലെടുത്താലേ നമുക്ക് ശരിക്കും ഒരു ഇത് കിട്ടുള്ളൂ. ഇതിൽ ഇനിയും വെള്ളമുണ്ട്. നമുക്ക് ഈ വെള്ളം നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ചൂടാണ്, അതുകൊണ്ട് നമുക്ക് ഒരു തവി വെച്ച് എടുക്കാം. ഇതാ കണ്ടില്ലേ വെള്ളം വരുന്നത്. ചൂടാറുന്ന വരെ നമ്മളിങ്ങനെ ആക്കുക. ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് നല്ല പിഴിഞ്ഞെടുക്കണം. ഇനി ഇതുപോലെ നമുക്ക് ബോൾ പോലെ ആക്കി എടുക്കണം. എന്നിട്ട് നല്ല ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കണം. വെള്ളം ഒട്ടും പാടില്ല. ഇതിപ്പോൾ നമുക്കൊരു തുണി വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. ഇതിലിരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഒരു പാത്രം കൊടുക്കുക. പാത്രം നമുക്ക് ഗ്ലാസ് പാത്രം കൊടുക്കുക, വേറെ ഏതും കൊടുക്കുക. പക്ഷേ പ്ലാസ്റ്റിക് പാത്രം കൊടുത്താലേ നമ്മൾക്കിങ്ങനെ കൊട്ടിയെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. നമ്മൾക്കിതിലിപ്പോൾ ഞാൻ നെയ്യാണ് തേച്ച് കൊടുക്കണത്. ബട്ടർ കിട്ടി അതാണെങ്കിലും തേച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇനി ചെയ്യേണ്ടത് സോഡിയം സിട്രേറ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ഒരു തവി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതേപോലെ ഒരു തവി വെള്ളം, 2 ടീസ്പൂണ് സിട്രിക് ആസിഡ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. ഇത് നല്ല പോലെ അലിഞ്ഞതിന് ശേഷം 2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇളക്കി കൊടുക്കാവുന്ന. ഇതിൻ്റെ പതയൊന്ന് പോട്ടെ, അതുവരേക്കും വെയിറ്റ് ചെയ്യും. വെള്ളം പോലെ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് വേണ്ടത് ഒരു ജാർ എടുക്കണം. അതായത് ഒരു വലിയ ജാർ എടുത്തോളൂ. ഇതിൽ നമുക്ക് വേണ്ടത് 200 മില്ലി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. 1 ടേബിൾ സ്പൂണ് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മുടെ പാൽക്കട്ടി ഇട്ട് കൊടുക്കാം. സോഡിയം സിട്രേറ്റ് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മൾ നിറകി എടുക്കുകയാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതും കൂടെ ഒന്ന് നോക്കണം. നല്ലപോലെ ഒന്നും കൂടെ അടിച്ചെടുക്കാം. നമുക്ക് മതിയാക്കാം. നന്നായി ആയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതാ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത്, കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ചോട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ സീസ് എങ്ങനെയാണ് ചൂടാക്കാൻ വെക്കണമെന്ന് കാണിച്ചു തരാം. നല്ലൊരു സ്റ്റീൽ പാത്രം എടുക്കുക. നമുക്കിനി ഇതിനെ തിളച്ച വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ലൂസാകണ പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വേണ്ടല്ലോ ഇങ്ങനെ. അപ്പം അങ്ങനെ ഇത് നല്ലപോലെ ആയിട്ടുണ്ട്, നോക്കിക്കോളൂ. നല്ല ലൂസായിട്ടുണ്ട്. ഇതാ വേണ്ടില്ലേ, നല്ല ലൂസായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് ചൂടാറണ മുന്നേ തന്നെ നമ്മൾക്ക് ബട്ടർ തേച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടാറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ടിയായി പോകും, അതുകൊണ്ടാണ് പറയണത്. നമ്മൾക്കിതൊന്ന് ഫിനിഷിങ് ആക്കി കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് കവറിട്ട് മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. നമുക്കൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഒരു 5 മണിക്കൂർ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ചീസ് വെച്ചിട്ട് 5 മണിക്കൂറായി. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നെയ്യ് പുരട്ടിയ കാരണം നമുക്ക് എടുക്കാൻ എളുപ്പം കിട്ടും തോന്നണു. നമുക്കൊന്ന് കൊട്ടി നോക്കാം. ഈസിയായി കിട്ടി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണത് നിങ്ങളുടെ ഇഷ്ടമാണ്. നൈസി കട്ട് ചെയ്യുക, കട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. ചീസ് പറയുമ്പോൾ നമ്മൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക. കയ്യിൽ ഒട്ട് എടുക്കുക ഒന്നും ചെയ്യില്ല. നന്നായി നോക്കിക്കോളൂ. നമുക്കിങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യാതാ. ഇങ്ങനെ ഒന്നും വലിച്ചാൽ വരില്ല. ഇതാ നമുക്ക് ഏതിൽ വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. അതായത് നമ്മൾ പല ഫുഡുകളിൽ കൂടിയിട്ട് നമ്മൾ കഴിക്കുക. അത് ഓരോരുത്തവരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് കാണിക്കുന്നത് ഞാൻ ബ്രെഡിൽ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അത് സിമ്പിളായിട്ട് അത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്ത് കറക്റ്റായി വെച്ച് കഴിഞ്ഞു. നമുക്ക് കറക്റ്റായിട്ട് ഇതങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അളവിൽ നമുക്കിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ. എന്നിട്ട് അടുത്ത ബ്രെഡ് എടുത്ത് ഇതിന് കവർ ചെയ്യുക. ഇനി നമുക്ക് എന്താ വേണ്ടി, അടുത്തതായതും നല്ല ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും ചെയ്യാനില്ല, നേരെ നമ്മുടെ ദോശക്കല്ല് അപ്പുറം ഇപ്പുറം ചൂടാക്കുക. ഇത്രയേ ഉള്ളൂ. ഞാൻ ചൂടാക്കിയിട്ട് കഴിക്കുന്നതും കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. ദോശക്കല്ലിൽ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പരട്ടി കൊടുക്കുക. അപ്പോൾ ഞാനൊന്നും അങ്ങനെ പരട്ടിയിട്ടില്ല. നമ്മൾക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡ് എങ്ങനെ ചൂടാക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോളൂ. നേരിട്ടേ നമുക്കിങ്ങനെ വയ്ക്കുക. അപ്പുറം ഇപ്പുറം മറിച്ചു കൊണ്ടേയിരിക്കുക ചൂടാകുമ്പോൾ.
ഇതാണ്ടല്ലേ ഇതേ കളറ് ഇങ്ങനെ കളറ് വരണം. ആകെ 1 മിനിറ്റത്തെ കാര്യമുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ചൂടാവും. നമ്മൾ ഗ്യാസ് ഓഫാക്കി ചൂടാറട്ടെ. അപ്പം അതെങ്ങനെയാണ് കഴിക്കുമ്പോൾ ഞാൻ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ എടുക്കണോ മെല്ലെ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വരണം മെല്ലെ, കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ പീസായിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ കഴിക്കും. ഇപ്പൊ അത് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത് ഫൈസലിനെയാണ്. ഫൈസലേ. അപ്പൊ പുഷ്പ ചേച്ചി, ഓ അങ്ങനെ അടിപൊളി ചീസ് ഉണ്ടാക്കി കഴിഞ്ഞു. ചീസ് ഉണ്ടാക്കി ഇത് എങ്ങനെ കഴിക്കണതും കൂടിയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാലോ കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട്. അപ്പൊ ഇതിപ്പോ ഞാൻ കഴിക്കണം അല്ലേ? അത് നീ ഒന്ന് കഴിച്ചു നോക്ക എങ്ങനെയുണ്ട് എന്ന്. സംഭവം എന്തായാലും പെർഫെക്റ്റ് സാധനമാണ്. ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് പിന്നെ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാനൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുക. ഏത് കഴിക്കണം എന്ന് അറിയില്ല അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടാ? നമ്മള് ഗൾഫിലൊക്കെ പോകുമ്പോൾ സമയം ട്രയാങ്കിൾ ആയിട്ട് ഒരു ചീസ് കിട്ടില്ലേ, ജിബൻ എന്ന് പറയും. ആ ഒരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഇത്. അതെ, കാരണം അവിടുത്തെ ലാംഗ്വേജിൽ ജിബൻ എന്നാ പറയാം. അപ്പോൾ ആ ഒരു ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് ഒരുപാട് ഫുഡിൽ ചേർക്കുമല്ലോ അല്ലേ? ഓ, ഒരുപാട് ഫുഡിലേക്ക് എപ്പോൾ നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫുഡിലേക്ക് വേണമെങ്കിലും ഒരു നേരം നമ്മൾക്ക് കറിയൊന്നുമില്ല, നമുക്ക് വീട്ടിൽ ഫുഡ് ഒരു പാക്കറ്റ് ബ്രെഡ് കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കഴിക്കട്ടെ. അല്ല, ബ്രെഡിലേക്ക് എന്ത് ഫുഡിലേക്ക് വേണമെങ്കിലും എന്ത് ചേർത്ത് കഴിക്കാൻ പറ്റും. വേറെന്താ പറയാനുള്ളത്? വേറെ എനിക്കിപ്പോ ഇത് തന്നെ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ 5 ലിറ്റർ പാല് വാങ്ങിച്ചിട്ട് ഞാൻ കാച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു 8-10 പീസ്. ഭയങ്കര ലാഭമാണ്. അല്ല, 8-10 പീസേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ മേടിക്കുമ്പോ നമ്മളിതിന് എന്താ ഇത്ര വില എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ മനസ്സിലായത്. പക്ഷെ ഇത് ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതിന്റെ പവർ മനസ്സിലായത്, എത്ര ഇതിനാവും എന്നുള്ളത് നമ്മൾ മനസ്സിലായത്. എന്താ പറയുക, എല്ലാവരും ഇതേപോലെയൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ എടുത്തു വെച്ച് സുഖമായിട്ട് കഴിക്കാം. അത്ര ശരീരത്തിന് കേടൊന്നുമില്ല. ഫാറ്റ്, ഓവർ ഫാറ്റും അങ്ങനെ ഗുഡ് ഫാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഒന്നും നമ്മൾ കെമിക്കലായിട്ട് ചേർത്തിട്ടില്ല. മറ്റേ സിട്രിക് ആസിഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെമണാണ്, അത് കെമിക്കലൊന്നും അല്ല പറയാം. അപ്പം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതേപോലെ ചീസ് വീട്ടിലുണ്ടാക്കുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി പാടി കിച്ചൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.